അരവിന്ദ്, നീ എന്താ ഇങ്ങനെ പറയണേ? അന്നത്തെ പ്രശ്നത്തിന് ശേഷം വീട്ടിലാരും എന്നോട് മിണ്ടണില്ല. ആർക്കും എന്നെ വേണ്ട. നീ വിളിച്ച എങ്ങോട്ടായാലും ഞാൻ വരാം. നിനക്ക് എൻ്റെ അവസ്ഥ നന്നായിട്ട് അറിഞ്ഞൂടാ മീനാക്ഷി. നീ നിന്റെ ഭാഗം മാത്രം ആലോചിക്കല്ലേ. നിനക്കറിയാവല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ. ഒരു ജോലി പോലും ഇല്ല. നിനക്കും ഞാനിപ്പോ ഒരു ബുദ്ധിമുട്ടാണല്ലേ? ഒന്നും മിണ്ടാണ്ടിക്ക് മീനാക്ഷി. ഹലോ മീനാക്ഷി, മീനാക്ഷി. വണ്ടി നിർത്തറ. എന്താടാ? എന്താടാ? എന്താ അവള് പറഞ്ഞ? എടാ അവളെ തേച്ചിട്ട് പോയതാടാ. എടാ വണ്ടി ഇരിക്കാനെ എങ്ങാട് വണ്ടി ഇരിക്കാൻ? വണ്ടി ഇരിക്കാനെ. എടാ ഇവന്റെ വർത്താനം കേട്ട് നീയും തുള്ളിക്കോ. മോൻ മിണ്ടാതിരുന്നോ? കേട്ടല്ല. നീ പോടാ, നീ ആരാണ്? നല്ല മഴക്കാര് വരുന്നുണ്ട്. നിന്നെ വീട്ടിലാക്കി തരാം. മഴ കൊള്ളണ്ട, പനി പിടിക്കും. നിനക്ക് എന്താണ് അറിയുന്നത്? ഒന്ന് നിർത്തടാ, കൊറേ നേരായില്ല. എന്താണിത്? കൊറേ നേരായില്ല. എടാ വണ്ടി പണി ആയില്ല. മതി അയലൊക്കത്തിനും. എവിടെ നോക്കിയാണോ വണ്ടി ഓടിച്ചു തരണേ? തനിക്കൊന്നും പറ്റില്ലടോ. വണ്ടി എടുത്ത് പോടോ. എടാ വേണ്ട, വണ്ടി കൊണ്ട് കയറിയിട്ടാ പ്രശ്നം ഉണ്ടാകില്ലടാ. വണ്ടി തന്നെ കണ്ടില്ല. എന്താടാ? എപ്പ മാറിക്കടാ. അവൻ പോയി, നീ വണ്ടി എടുത്ത്. അവന് ഫോമ നന്നായി, അല്ലെങ്കിൽ നിന്റെ മുഖം ഇടിച്ചാൻ പൊളിച്ചാനാ. നീ മിണ്ടാണ്ടിരുന്ന സ്റ്റീഫ, അല്ലെങ്കിൽ നിന്റെ മുഖമായിരിക്കും ഇടിച്ചു പൊളിക്കണ്ടാവുക. ഒരു സ്ഥലത്ത് തന്നെ നീ അത് കൊളാക്കി. നിനക്കെന്നാ ഇപ്പൊ കൂടെ വണ്ടി നിർത്തിയേ. എന്തുട്ടാ നിർത്ത്. എടാ സമാധാനായില്ല. എടാ എടാ അതെ, നീ വിട്ടോ, ഞാൻ വിളിക്കാം ട്ടാ. നിക്കടാ. എന്താ പ്രശ്നം? എന്നോട് പറ. നീ ഇരുന്നേ. രാവിലെ മുതൽ കലിപ്പിലാണല്ലോ. എന്താ പ്രശ്നം എന്ന് വെച്ചാ പറ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇത്ര നാളെ എൻ്റെ കൂടെയാണെന്ന് അവൾക്കത് മനസ്സിലാവില്ല. അവൾക്കെന്നല്ല, ഒരു പെണ്ണിനും മനസ്സിലാവില്ല. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാടാ. അവർക്ക് അവരുടെ കാര്യം, സ്വന്തം കാര്യം മാത്രം. ഇതൊഴിച്ച് ബാക്കിയല്ല. അന്നത്തെ പ്രശ്നത്തിന് ശേഷം മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടും കൂടിയില്ല. അതിൻ്റെ ടെൻഷനൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ വന്ന്. അതിപ്പോൾ ഇങ്ങനെ. ഓ പിന്നെ എല്ലാവർക്കും അറിയാം നിന്റെ ടെൻഷൻ. അത് നീ പറയണ്ട. നിർത്ത്. ഇന്നലെ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ വിളിച്ച് കിട്ടാത്തതിന്. അന്നത്തെ പ്രശ്നം കൊണ്ട് നിനക്കെന്തുണ്ടായെന്ന് എനിക്കറിയാം. അതിനേക്കാൾ ഇരട്ടി പ്രശ്നങ്ങൾ അവൾക്കുണ്ടായത്. അവളുടെ വീട്ടിലറിഞ്ഞു, അവളുടെ വീട്ടിൽ ചുറ്റുപാട് മുഴുവൻ അറിഞ്ഞു. ഒരു പെണ്ണെന്ന നിലയിൽ അവളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക് അവൾക്ക് കിട്ടി. ഇതുപോലൊരു പബ്ലിക് സ്ഥലത്ത് ഞങ്ങൾ ചെന്നിരുന്ന് വർത്താനം പറയണത് ഇത്ര വലിയ തെറ്റാണോടാ? തെറ്റാണ്.
ഇവിടുത്തെ ചില കഴപ്പൂത്ത ചെറ്റകൾ മുന്നിൽ ഇതൊക്കെ തെറ്റാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം നീയാണ്. ഇനി അവൾക്കൊരു ജീവിതം കൊടുക്കുകയാണെങ്കിൽ അത് നീ തന്നെ ആയിരിക്കണം. എടാ ആ സ്റ്റീഫനൊന്ന് വിളിക്ക്, അവനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറ. എനിക്ക് അവിടെ ഒന്ന് പോയി കാണണം. ആസിഫ, നീ കട വരാൻ വാ. അവനിവിടെ തന്നെ ഉണ്ട്, ഇപ്പോൾ വരും. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കണല്ലോ, എന്ത് കുറിച്ചാണോ? എടാ ഞാനും കൂടി വരാം. ഇത്ര ഉണ്ടാക്കിയത് പോരെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഏത് വീടാടാ? അതിലങ്ങോട്ട് പോണോടാ. നീ കൂടി വാ. നീ അല്ല രാവിലെ തന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയത്? ഇല്ലടാ, അതറിയാണ്ട് പറ്റി പോയതാ, ക്ഷമിക്ക്. ചേട്ടാ ഇവിടെ എന്താ പ്രശ്നം? ഇവിടുത്തെ കൊച്ചിന് എന്തോ ഒരു ലവ് അഫെയർ ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ ബീച്ചിൽ വെച്ച് എന്തോ പ്രശ്നമായെന്നാ, ആരൊക്കെയോ ചേർന്ന് പിടിച്ചെന്നാ, അങ്ങനെ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടായി. ആ കൊച്ച് ഇന്ന് കാലത്ത് രാവിലെ ആത്മഹത്യ ചെയ്തു. നിനക്ക് എങ്ങനെ അറിയാം? ഇല്ല, എൻ്റെ പഠിച്ചതാ. ഈ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയാൻ നിൽക്കുകയാണ്. അവനെ ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് കാണണം. ചേട്ടാ ഇപ്പം കാണാൻ പറ്റുമോ? ഇല്ല, ബോഡി എത്തിയിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് പോരണുള്ളൂ. അവിടെ ചേട്ടനിരിക്കണ കണ്ട പാവം.
ഡാ നീ വന്ന് ഡാ വാ കേറി ഡാ അവന് കയറ്റി